താലൂക്ക് ആശുപത്രിയും തമ്മിൽ ഏറെക്കുറെ 200 മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത്. മോത്തി, കോടതി വളപ്പം താലൂക്ക് ആശുപത്രിയും മുഖാമുഖം നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ 200 മീറ്റർ മാത്രമാണ് അകലമുള്ളത്. നേരിട്ട് പോലീസ് വാഹനം കോടതി വളപ്പിലേക്ക് എത്തുന്നു എന്നുള്ള പ്രതീക്ഷയിൽ പ്രതിഷേധക്കാർ കേന്ദ്രീകരിച്ചത് കോടതി വളപ്പിന് സമീപത്തായിരുന്നുവെങ്കിൽ പോലീസ് വാഹനം നേരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപായി പ്രതിയുടെ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കുന്നതിനായി കോടതി വളപ്പിന് തൊട്ടടുത്തുള്ള ആശുപത്രി വളപ്പിലേക്കാണ് വാഹനം കയറിയത്. ഇതോടുകൂടി അവിടെ പ്രതിഷേധത്തിന് തയ്യാറെടുത്ത് നിന്ന ഡിവൈഎഫ്ഐ, SFI, CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ BJP, യുവമോർച്ച, ABVP പ്രവർത്തകരും ഓടി താലൂക്ക് ആശുപത്രിക്ക് സമീപത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. പക്ഷേ പ്രതിഷേധക്കാരെ ആരെയും ഗേറ്റ് കടന്നുള്ളിലേക്ക് പോകാൻ പോലീസ് അനുവദിച്ചില്ല. പ്രതിഷേധം മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ സജ്ജീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആശുപത്രി വളപ്പിലും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. അങ്ങനെ പ്രതിഷേധക്കാർ ഓടിയെത്തിയെങ്കിലും ഒരാൾക്ക് പോലും ഉള്ളിലേക്ക് കടക്കാൻ ആയിട്ടില്ല. ആശുപത്രിക്കുള്ളിലേക്ക് പോയ രാഹുലിന്റെ വൈദ്യപരിശോധന 15 മിനിറ്റ് സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി. ഇനി വാഹനം പുറത്തേക്ക് വരുമ്പോഴായിരിക്കും വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യത ഉണ്ടാവുക. പക്ഷേ അപ്പോഴും വാഹനത്തിന്റെ, അതായത് രണ്ട് ഗേറ്റിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ഭാഗം അടച്ച് ഇട്ടിരിക്കുകയാണ്, മറുഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ ഉള്ളിലേക്ക് കടന്നു പോയിട്ടുള്ളത്. മുന്നിൽ പോലീസ് 2 നിരയായി നിൽക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ പോലീസ് വാഹനം ഇനി പുറത്തേക്ക് വീഴുമ്പോൾ ആരെങ്കിലും ഇടിച്ചകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് പോലീസ് വാഹനത്തിന്റെ മുന്നോട്ടുള്ള നീക്കത്തെ എത്രത്തോളം പ്രതിരോധിക്കുമെന്നുള്ളതിനെ കുറിച്ച് അറിയുകയില്ല. എന്തായാലും വലിയൊരു ബലപ്രയോഗത്തിനുള്ള സാധ്യതയാണ് പോലീസ് ഇവിടെയും പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപായി പോലീസിനെ സംബന്ധിച്ചുള്ള വലിയൊരു പരീക്ഷണ ഘട്ടമാണ്. കാരണം 100-ലേറെ ഉണ്ട് പ്രതിഷേധക്കാർ. ABVP, SFI, DYFI പ്രവർത്തകരൊക്കെ തന്നെ കൊടികളും തോരണങ്ങളുമായും അതോടൊപ്പം തന്നെ രാഹുലിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ നമ്പർ 1 കോഴി എന്ന് രേഖപ്പെടുത്തിയ ഒരു ട്രോഫി സമ്മാനിക്കാൻ വേണ്ടി BJP, യുവമോർച്ച പ്രവർത്തകരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ 2 സ്ഥാപനങ്ങൾ, അതായത് കോടതി വളപ്പും അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രിയും തമ്മിൽ 150 മീറ്ററിന്റെ ദൂരമുണ്ടെങ്കിൽ സംസ്ഥാന പാത കടന്നു വേണം താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രതിയുമായി പോലീസിന് മുന്നോട്ട് പോകാൻ. എന്തായാലും ഈ പാതയിൽ ആകെ പ്രതിഷേധത്തിന് കളം ഒരുങ്ങുകയാണ്. മുൻകൂട്ടി തയ്യാറാക്കി തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് പ്രതിഷേധക്കാർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് പോലെ തിരിച്ച് കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സമാന രീതിയിലുള്ള പ്രതിഷേധവും ബലപ്രയോഗവും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ശരിയാണ് അഭിലാൽ പറഞ്ഞത്. വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 100-ലേറെ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. BJP, SFI പ്രവർത്തകരൊക്കെയാണ് അവിടെ ഉള്ളത്. അവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവിടെ അരങ്ങേറുകയാണ്. 200 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ആശുപത്രിയും കോടതിയും ഉള്ളത്. കോടതി വളപ്പിലേക്ക് നേരിട്ട് എത്തിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധ പ്രകടനം അരങ്ങേറുന്നത്.